Today, we will discuss a new topic, vegetative propagation. ഹോർട്ടിക്കൾച്ചറിൽ നിങ്ങൾക്ക് മെയിനായിട്ടും പഠിക്കാനുള്ള രണ്ട് പോർഷൻസ് ആണ്. ഒന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, രണ്ടാമത്തത് സീഡ് പ്രൊപ്പഗേഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മുടെ ടോപ്പിക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എത്ര ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട് എന്നറിയണം. മെയിനായിട്ടും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ആണുള്ളത്. ഒന്ന് സെക്ഷുവൽ മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ എസെക്ഷുവൽ മെത്തേഡ്. സെക്ഷുവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ത്രൂ സീഡ് ഫോർമേഷൻ, ഓൾസോ കോൾഡ് സീഡ് പ്രൊപ്പഗേഷൻ. സോ സീഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഒരു പ്ലാന്റ് അതിൻ്റെ പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സെക്ഷുവൽ മെത്തേഡ് എന്ന് പറയുക. ഇറ്റ് ഇൻവോൾവ്സ് ടു പാരൻസ്. എപ്പോഴാണ് ഒരു സീഡ് ഫോം ചെയ്യുക? മെയിൽ പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗനിന്ന് പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിൽ വന്ന് വീഴുക. അതിനെയാണ് പോളിനേഷൻ എന്ന് പറയുക. പോളിനേഷന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണ് സീഡ്സ് ഫോം ചെയ്യുക. സോ രണ്ട് പാരൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും. സോ സെക്ഷുവൽ മെത്തേഡിൽ മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും ഇൻവോൾവ് ചെയ്യും, അതുപോലെ സീഡ് ഫോം ചെയ്യും. ദെൻ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള അസെക്ഷുവൽ റീപ്രൊഡക്ഷനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ പാരൻറ്റ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിനെയാണ് അസെക്ഷുവൽ മെത്തേഡ് എന്ന് പറയാം. ആൻഡ് ഇതിൽ ഒരു പാരൻറ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. ആൻഡ് എക്സാമ്പിൾ ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആർ കട്ടിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എക്സെട്ര. നമ്മളൊരു പ്ലാന്റിൽ നിന്ന് ഒരു കമ്പ് എടുത്തിട്ട് മാറ്റി കുഴിച്ചിടുക, അല്ലെങ്കിൽ ഒരു ലീഫ് എടുത്തിട്ട് മാറ്റി കുഴിച്ചിടുക, അല്ലെങ്കിൽ നമ്മൾ ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ലെയറിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാരന്റ് പ്ലാന്റ് മാത്രമേ അതിൽ ഇൻവോൾവ് ചെയ്യുള്ളൂ. അതിനെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അസെക്ഷുവൽ പ്രൊപ്പഗേഷൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. കാരണം ഒരു പാരന്റ് മാത്രമേ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. റീജനറേഷൻ ഓഫ് പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് ഓർഗൻസ് സച്ച് ആസ് സ്റ്റം, ലീഫ് ആൻഡ് റൂട്ട്. നമ്മൾ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മോ അല്ലെങ്കിൽ ലീഫോ അല്ലെങ്കിൽ റൂട്ടോ യൂസ് ചെയ്തിട്ട് വേറൊരു പ്ലാന്റ് റീജനറേറ്റ് ചെയ്യുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. നമ്മൾ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് വേറൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ നിന്ന് വേറൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റൂട്ടിൽ നിന്ന് വേറൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെയാണ് ശരിക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ആൻഡ് നമ്മൾ ഏത് പാർട്ടാണോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതിനെയാണ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയാം. അതൊരു സ്റ്റെം ആവാം, ലീഫ് ആവാം, അല്ലെങ്കിൽ റൂട്ട് ആവാം. പാർട്ട് യൂസ്ഡ് അതിനെയാണ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ പ്രോജനീസ് പ്രൊഡ്യൂസ്ഡ് ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ. അപ്പം നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ട്വിഗ് കുഴിച്ചിട്ടിട്ട് വേറൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പാരന്റ് ഏതുപോലെയാണോ അതുപോലെയായിരിക്കും പ്രോജനി. പോപ്പുലേഷൻ ഓഫ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വൺ ആൻഡ് സെയിം ഒറിജിനൽ പാരന്റ് ത്രൂ ജനറേഷൻസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കോൾഡ് ക്ലോൺ. നമ്മളിപ്പോൾ ഒരു റോസ് പ്ലാന്റിൽ നിന്ന് ഒരു 5 or 6 ട്വിഗ് എടുത്തിട്ട് അതിനെ മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ 5 or 6 ട്വിഗ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ പാരന്റിനെ പോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഏത് മദർ പ്ലാന്റ് നിന്നാണോ ആ കട്ടിങ്സ് എടുത്തിട്ടുള്ളത് അതേ ഫീച്ചേഴ്സ് ആണ് നമ്മൾ 5 or 6 പീസ് കട്ടിങ്സ് വേറെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ അതിനുണ്ടായിരിക്കുക. ആൻഡ് ഈ 5 or 6 കട്ടിങ്സ് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള ആ കട്ടിങ്സ് ആണ് ക്ലോൺസ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഓഫ് genetically identical individuals produced from one and same original parent through generations of vegetative propagation called clone. അപ്പോൾ ഈ 5 or 6 ട്വിഗ്സ് മദർ പ്ലാന്റിൻ്റെ സെയിം ഫീച്ചേഴ്സ് ആണ് കാണിക്കുക. ആ 5 or 6 ട്വിഗ്സിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് പറയാം. ഒരു പാരന്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് സെയിം ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ രണ്ട് പാരൻസിനും കൂടിയുള്ള ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് വരിക. അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒരു പ്രത്യേകത. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് രണ്ട് മെത്തേഡ്സ് ഉള്ളത്. ഒന്ന് ആർട്ടിഫിഷ്യൽ ആൻഡ് ദി സെക്കൻഡ് വൺ നാച്ചുറൽ. ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്സ് അപ്ലൈഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ മാൻ.
അതായത് നമ്മളുടെ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എന്ന് പറയുക. പ്രൊപ്പഗേഷൻ ബൈ സെലക്റ്റീവ്ലി യൂസിങ് സ്റ്റെം, റൂട്ട് ആൻഡ് ലീവ്സ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്ലാന്റ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ സ്റ്റെമ്മോ റൂട്ടോ ലീഫോ ഉപയോഗിച്ചിട്ട് പുതിയൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. ഇറ്റ് എനേബിൾസ് റാപ്പിഡ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ്. നമുക്ക് ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് വഴി. ആൻഡ് ഇറ്റ് ഈസ് നൗ വൈഡ്ലി യൂസ്ഡ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റിന്റെ കുറേ കട്ടിങ്സ് എടുത്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. കോമൺ മെത്തേഡ്സ് നമ്മൾ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിൽ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ കട്ടിങ്, ട്വിഗ് എടുത്തിട്ട് കുഴിച്ചിടുക. ദെൻ ബഡ്ഡിങ്, ലെയറിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. മുകളിൽ കാണിച്ചിട്ടുള്ള പിക്ചർ ബഡ്ഡിങ് ആണ്, സെക്കൻഡ് ലെയറിംഗ് ആണ്, മൂന്നാമത്തേത് ഗ്രാഫ്റ്റിംഗ് ആണ്. കട്ടിംഗ് എന്ന് പറഞ്ഞത് പിന്നെ ട്വിഗ് കുഴിച്ചിടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 മെത്തേഡ്സ് ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉള്ളത്. ഒന്ന് ആർട്ടിഫിഷ്യൽ, അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് മാൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. നാച്ചുറൽ ആയിട്ട് പ്ലാന്റ്സിൽ കാണുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒക്കേഴ്സ് ആസ് എ നാച്ചുറൽ സ്പോണ്ടേനിയസ് പ്രോസസ്. എക്സാമ്പിൾ ഫ്രാഗ്മെന്റേഷൻ ഓഫ് വെജിറ്റേറ്റീവ് പാർട്സ് സച്ച് ആസ് റണ്ണേഴ്സ്, ബൾബ്സ്, കോംസ് എക്സെട്ര. റണ്ണേഴ്സ്, ബൾബ്സ്, കോംസ് എന്നൊക്കെ പറഞ്ഞത് പ്ലാന്റ്സിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡിഫിക്കേഷൻസ് ആണ്. ഇപ്പൊ റണ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ കാണുന്ന പൊതിന പോലത്തെ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന് ലോങ് ആയിട്ടുള്ള ഇന്റർനോഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഹൈലൈറ്റർ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു ഇന്റർനോഡ് ഉണ്ട്. അപ്പൊ ഈ ഇന്റർനോഡ് എങ്ങനെയെങ്കിലും ആക്സിഡന്റലി ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്ത് ചെയ്യും? പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യും. അതാണ് നാച്ചുറൽ മെത്തേഡ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് 4 എണ്ണമാണ്. ഫസ്റ്റ് വൺ കട്ടിംഗ്, സെക്കൻഡ് വൺ layering, third one budding and fourth one grafting. ഇതിൽ നമ്മൾ ഈ പവർ പോയിന്റിൽ കട്ടിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അടുത്ത PPTസിൽ ലെയറിങ്ങും ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു പവർ പോയിന്റിൽ കട്ടിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. New plants can be raised by cutting vegetative parts like stem, leaf and root. Cutting എന്ന് പറയുമ്പോൾ ഏതൊക്കെ പാർട്സ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂ പ്ലാന്റ്സ് റീജനറേറ്റ് ചെയ്യുക? ഒന്നെങ്കിൽ സ്റ്റെം, അല്ലെങ്കിൽ ലീഫ്, അല്ലെങ്കിൽ റൂട്ട്. സോ മെയിനായിട്ടും സ്റ്റെമ്മും ലീഫും റൂട്ടും കട്ട് ചെയ്തിട്ടാണ് ന്യൂ പ്ലാന്റ്സ് കട്ടിങ്ങിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുക. മെയിൻലി there are 4 different types of cutting. First one stem tip cutting, second stem section cutting, third leaf cutting and fourth one root cutting. So cuttings 4 ടൈപ്പ്. ഒന്ന് സ്റ്റെമ്മിന്റെ ടിപ്പ് കട്ട് ചെയ്യുക, രണ്ടാമത്തത് സ്റ്റെമ്മിന്റെ സെക്ഷൻ കട്ട് ചെയ്യുക, അതായത് ഒന്നും കൂടി മെച്യൂർ ആയിട്ടുള്ള പോർഷൻസ്. ദെൻ മൂന്നാമത് ലീഫ് കട്ട് ചെയ്യുക, നാലാമത് റൂട്ട് കട്ട് ചെയ്യുക. ഈ ഏതെങ്കിലും പാർട്സ് കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ്സ് റീജനറേറ്റ് ചെയ്യുന്നതാണ് കട്ടിങ്സിലെ ഡിഫറെന്റ് മെത്തേഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. 4 കോമൺ ടൈപ്പ് ഓഫ് കട്ടിങ്ങിലെ ഫസ്റ്റ് ടൈപ്പാണ് സ്റ്റെം ടിപ്പ് കട്ടിങ്. പേരിൽ തന്നെ ഉണ്ട്, സ്റ്റെമ്മിന്റെ ടിപ്പാണ് നമ്മൾ കട്ട് ചെയ്യുക. സ്റ്റെം ടിപ്പ് ഈസ് യൂസ്ഡ് ഫോർ റീജനറേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ആൻഡ് സ്റ്റെം ടിപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ഹാവ് 3 inches ലോങ് ആൻഡ് ഹാവ് ലീവ്സ്. അതായത് ലീഫ് വേണം, 3 ഇഞ്ചെങ്കിലും ലെങ്ത്തും വേണം. ആൻഡ് കട്ട് മേ ബി മെയ്ഡ് അറ്റ് നോഡ് ഓർ ഇന്റർനോഡ്. നമുക്ക് നോഡിലോ ഇന്റർനോഡിലോ കട്ട് ചെയ്യാം. റാപ്പിഡ് ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കട്ടിംഗ് മെത്തേഡാണ് സ്റ്റെം ടിപ്പ് കട്ടിംഗ്. ആൻഡ് ഈ പിക്ചറിൽ കാണുന്ന പ്ലാന്റ് സ്റ്റെം ടിപ്പ് കട്ടിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. ഇത് ഡ്യൂറാൻഡയാണ്. ഗോൾഡൻ ബുഷ് എന്ന് പറയും, നമ്മൾ ഗാർഡൻസിലൊക്കെ കാണുന്നതാ. അതുപോലെ ലെൻഡാന, ഒടിച്ചുകുത്തി എന്ന് പറയും പ്ലാന്റിന്, അരിപ്പൂ എന്നൊക്കെ പറയും. ആൻഡ് ഫില്ലാന്തസ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ബുഷാണ്. നമ്മളെ PSMOന്റെ ആ റൗണ്ട് ഗാർഡൻ ഷേപ്പിൽ വെട്ടുന്ന ആ പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ് ഫില്ലാന്തസ്. ആൻഡ് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഡ്യൂറാൻഡ, ലെൻഡാന, ഫില്ലാന്തസ് ഒക്കെ നമ്മൾ മഴയുള്ള സമയത്ത് അതിന്റെ സ്റ്റെം ടിപ്പ് എടുത്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് അതുപോലെ അങ്ങ് പെട്ടെന്ന് വളർന്നു വരുന്നത് കാണാം. അതായത് സ്റ്റെം ടിപ്പാണ് ന്യൂ പ്ലാന്റ്സ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞത് സ്റ്റെമ്മിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ട് റീജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നാ. രണ്ടാമത്തത് സ്റ്റെം സെക്ഷൻ കട്ടിംഗ് ആണ്. സ്റ്റെം സെക്ഷൻ കട്ടിംഗ് എന്ന് പറയുമ്പോൾ ടിപ്പല്ല, കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ റീജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പീസസ് ഓഫ് സ്റ്റെം ഈസ് യൂസ്ഡ്. ഈച്ച് പീസ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ബഡ്. എക്സാമ്പിൾ ഹിബിസ്കസ്, ടാപ്പിയോക്ക, ബൊഗൈൻവില്ല, റോസ എക്സെട്ര. അപ്പോൾ നമ്മൾ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞത് കടലാസ് പൂവാണ്. ടാപ്പിയോക്ക അതേപോലെ ഹിബിസ്കസ് പ്ലാന്റ്സിൻ്റെ ഒക്കെ മെച്യൂർ ആയിട്ടുള്ള ട്വിഗ് കണ്ടെയ്നിങ് 1 ബഡ് ആണ് നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. സോ അതാണ് സ്റ്റെം സെക്ഷൻ കട്ടിംഗ്. ആൻഡ് ദ സക്സസ് ഓഫ് സ്റ്റെം സെക്ഷൻ കട്ടിംഗ് ഡിപ്പെൻഡ്സ് ഓൺ സൈറ്റ് ഓഫ് കട്ടിംഗ്. നമ്മൾ എവിടെയാണ് കട്ട് ചെയ്യുന്നത്, അതേപോലെ ഏജ് ഓഫ് ദ പാരന്റ് പ്ലാന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സക്സസ്. സോ സ്റ്റെം കട്ടിങ്ങിലെ 2 ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഒന്ന് സ്റ്റെം ടിപ്പ് കട്ടിങ്ങും രണ്ടാമത്തത് സ്റ്റെം സെക്ഷൻ കട്ടിങ്ങിലും. ഒന്നിൽ നമ്മൾ ടിപ്പ് കട്ട് ചെയ്യും, മറ്റേതിൽ നമ്മൾ മെച്യൂർ ആയിട്ടുള്ള പോർഷനാണ് കട്ട് ചെയ്യുക. വെൻ കട്ടിങ്സ് ആർ പ്ലാന്റഡ്, റൂട്ട്സ് ഗ്രോ ഫ്രം ദെയർ ലോവർ എൻഡ് ആൻഡ് ഷൂട്ട്സ് ഫ്രം അപ്പർ എൻഡ്. റൂട്ടിംഗ് ക്യാൻ ബി സ്പീഡ് അപ്പ് ബൈ IAA, IBA, NAA എക്സെട്ര. അതായത് റൂട്ട്സ് വരാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിൽ നമ്മൾ ഹോർമോൺസ് യൂസ് ചെയ്യും, IAAയോ IBAയോ NAAയോ ഒക്കെ. കട്ടിങ്ങിലെ മൂന്നാമത്തെ ടൈപ്പാണ് ലീഫ് കട്ടിംഗ്. Entire leaf or pieces of leaf is used to regenerate a new plant. It is usually done in thick and fleshy leaves like begonia, bryophyllum etc. Bryophyllum എന്ന് പറഞ്ഞത് ഇലമുളച്ചിയാണ്. ബിഗോണിയ എന്ന് പറഞ്ഞത് ഈ പിക്ചറിൽ കാണുന്ന ലീഫാണ്. ഈ പിക്ചറിൽ കാണുന്ന അസിമെട്രിക്കൽ ലീഫ്, അതായത് ഇതിൻ്റെ മിഡ്രിബ് കണ്ടോ, മിഡ്രിബ് ഒരു സൈഡിലേക്കാണ്. സാധാരണ നമ്മൾ ലീഫിൽ മിഡ്രിബ് സെൻറ്ററിലാണ് കാണുക, പക്ഷെ ഇതിൽ മിഡ്രിബ് ഇവിടെയാണ്. അതായത് ഈ ഒരു വീതിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലീഫ് നമുക്ക് അസിമെട്രിക്കലാന്ന് മനസ്സിലാവും. ഇങ്ങനെ അസിമെട്രിക്കൽ ലീഫുള്ള പ്ലാന്റിനെയാണ് ബിഗോണിയ എന്ന് പറയാം. സോ ഇത് ബിഗോണിയക്ക് എക്സാമ്പിൾ ആണ്. സോ ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് നമ്മൾ ലീഫ് കട്ടിങ്ങിൽ യൂസ് ചെയ്യുക. ഒരു എൻറ്റയർ ലീഫോ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ലീഫോ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ബ്രയോഫില്ലം ഇലമുളച്ചിയൊക്കെ നമ്മൾ ചെറുതാവുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ എന്താ പറയുക, അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞു പ്ലാന്റ് വരുന്നത് റീജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. ഫോർ ക്വിക്ക് റൂട്ടിംഗ്, പീറ്റിയോൾ മേ ബി ഡിപ്ഡ് ഇൻ റൂട്ടിംഗ് മീഡിയ. നമുക്ക് പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പീറ്റിയോൾ, ലീഫിൻ്റെ പീറ്റിയോളിനെ ലീഫിൻ്റെ സ്റ്റാക്കിന് റൂട്ടിംഗ് മീഡിയയിൽ മുക്കിയിട്ട് ചെയ്യാം. ലീഫ് കട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു ക്യാരി ഔട്ട്. Large number of plants can be produced from a single parent plant. നമ്മൾ ലീഫ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് ലീവ്സ് ഉണ്ടാവും. സോ ഓരോ ലീഫ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ലീഫിൽ നിന്ന് നമുക്ക് പുതിയൊരു പ്ലാന്റ് റീജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ലീഫ് കട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഫ് കട്ടിംഗ് ആണ് യൂഷ്വലി ചെയ്യാറ്. ഒന്ന് പാർഷ്യൽ ലീഫ് കട്ടിംഗ്. Cutting off an entire leaf or pieces of leaves used to regenerate a new plant. ഒന്നെങ്കിൽ ഒരു എൻറ്റയർ ലീഫ് അല്ലെങ്കിൽ പീസസ് ഓഫ് ലീഫ് ആണ് ഒരു ന്യൂ പ്ലാന്റ് റീജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് പാർഷ്യൽ ലീഫ് കട്ടിംഗ് എന്ന് പറയുക. എക്സാമ്പിൾ ബിഗോണിയ, അതേപോലെ പെപ്പറോമിയ. പെപ്പറോമിയ എന്ന് പറയുന്നത് വെള്ളത്തണ്ടിൻ്റെ ജീനസ് ആണ്. ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് റീജനറേറ്റ് ചെയ്യുന്നതിൻ്റെ പിക്ചേഴ്സ് ആണിത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ലീഫ് കട്ടിംഗ് ആണ് ലീഫ് വെയിൻ കട്ടിംഗ്. കട്ടിങ്സ് മെയ്ഡ് അറ്റ് സെവറൽ പോയിന്റ്സ് ത്രൂ വെയിൻസ്. അതായത് വെയിൻസിൽ നമ്മൾ കട്ട് ചെയ്യും. ആ വെയിൻസ് കട്ട് ചെയ്ത പോർഷൻസിൽ നിന്ന് എന്ത് ചെയ്യും, റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലീഫ് വെയിൻ കട്ടിംഗ്. സോ ഇത് പീസസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടൈപ്പ് ലീഫ് കട്ടിംഗ് ആണ് ലീഫ് ബഡ് കട്ടിംഗ്. Short pieces of stem with an attached leaf and a bud in the axil is used to regenerate a new plant. അതായത് ഒരു സ്റ്റെം പോർഷൻ വിത്ത് ആൻ അറ്റാച്ച്ഡ് ലീഫ്. അതായത് നമ്മൾ ചെറിയൊരു പീസ് ഓഫ് സ്റ്റെം, ആ സ്റ്റെമ്മിൽ ഒരു ലീഫ് ഉണ്ടായിരിക്കും ആൻഡ് ഈ ലീഫ് സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക ത്രൂ പീറ്റിയോൾ ആയിരിക്കും. ആൻഡ് ഇങ്ങനെ പീറ്റിയോൾ പ്ലസ് ലീഫ് ആൻഡ് സ്റ്റെം, അതിൻ്റെ അപ്പർ ആംഗിളിന് നമ്മൾ ആക്സിൽ എന്നാ പറയാം. ആ ആക്സിലിൽ ഒരു ആക്സിലറി ബഡും പ്രസന്റ് ആയിരിക്കും. സോ നമ്മൾ ഇതിനെ ഈ ഒരു താഴെയുള്ള പിക്ചറിലൊക്കെ അത് കൃത്യമായിട്ട് കാണാം. ഇതാ ഇവിടെ ഒരു ചെറിയ സ്റ്റെം ഉണ്ട്, ദെൻ ഇവിടെ ഒരു പീറ്റിയോൾ ഉണ്ട്, ദെൻ ഇവിടെ ഒരു ലീഫും ഉണ്ട്, ദെൻ ഈ ലീഫിന്റെ ആക്സിലിൽ ഇവിടെ ഒരു കുഞ്ഞു ബഡ് ഉണ്ട്. ആൻഡ് ഈ ബഡ് എന്ത് ചെയ്യും, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട്
റീജനറേറ്റ് ചെയ്യും. കട്ടിങ്ങിൽ നാലാമത്തെ ടൈപ്പാണ് റൂട്ട് കട്ടിംഗ്. നമ്മളെങ്ങനെയാണ് റൂട്ട് കട്ടിംഗ് ചെയ്യുക? ബൈ കട്ടിംഗ് റൂട്ട്സ്. ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആർ ലിഫ്റ്റഡ് ഫോർ കട്ടിംഗ് റൂട്ട്സ്. റൂട്ട്സ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലാന്റ്സിന് എന്ത് ചെയ്യണം? ലിഫ്റ്റ് ചെയ്യണം, പൊക്കി പിടിക്കണം. ദെൻ വാഷ് ഓഫ് സോയിൽ. നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സോയിലുണ്ടാവും ആ റൂട്ടിൻ്റെ കൂടെ. സോ സോയിലിനെ വാഷ് ഓഫ് ചെയ്യണം ബൈ റിൻസിങ് ദം ഇൻ എ ബക്കറ്റ് ഓഫ് വാട്ടർ. കട്ട് root perfectly with a sharp knife. Remove side roots. Cut into 2 inches long sections. അപ്പം നമ്മൾ മെല്ലെ ഹെർബേഷ്യസ് പ്ലാന്റിനെ പൊക്കിയിട്ട് അതിലെ സോയിൽ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷാർപ്പ് നൈഫ് യൂസ് ചെയ്തിട്ട് റൂട്ടിനെ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡ് റൂട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുക. ആൻഡ് നമ്മൾ കട്ട് ചെയ്യുന്ന റൂട്ട് 2 inches എങ്കിലും ലോങ് ആയിരിക്കണം. ബിഫോർ കട്ടിംഗ് lay them on a bench for detecting epibasal polarity. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് പൊസിഷൻ ഏതാ, അതേപോലെ ബേസ് പൊസിഷൻ ഏതാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബെഞ്ചിലോ ഒരു തറയിലോ ഈ കട്ടിങ്സിനെ നിരത്തി വെക്കുക. മേക്ക് ടോപ്പ് കട്ട് സ്ട്രെയിറ്റ് ആൻഡ് ബോട്ടം കട്ട് സ്ലാൻഡിങ് ഫോർ പ്ലാന്റിങ് ഇൻ റൈസ് പോസ്റ്റർ. നമ്മൾ മുകളിൽ കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടും താഴെ കട്ട് ചെയ്യുന്നത് സ്ലാൻഡിങ് ആയിട്ടും ചെയ്യാം. അപ്പം താഴെ കട്ടാൽ താഴെ ഭാഗം മൊത്തം സ്ലാൻഡിങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പെക്സ് ഏതാ ബേസ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ടാപ്പിയോക്കിൻ്റെ കേസിലൊക്കെ ഒരുപാടെണ്ണം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഏതാ താഴെ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. സോ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുകൾ പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ടും താഴെ പോർഷൻ സ്ലാൻഡിങ് ആയിട്ടും കട്ട് ചെയ്യാം. ടൈറ്റ്ലി ഫിൽ പോട്ട് വിത്ത് കമ്പോസ്റ്റ് ആൻഡ് സാൻഡ്. Water compost. Leave it to drain before planting. New roots and adventitious buds will develop from this. അപ്പോൾ നമ്മൾ ഒരു പോട്ടിലാണ് ഇതിനെ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ പോട്ട് ഫില്ല് ചെയ്യുക വിത്ത് കമ്പോസ്റ്റ് ആൻഡ് സാൻഡ്. ദെൻ കമ്പോസ്റ്റ് വാട്ടർ ചെയ്യുക. ദെൻ ന്യൂ റൂട്ട്സും അഡ്വൻറ്റീഷ്യസ് ബഡ്സും ഈ റൂട്ട്സിന് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൂട്ടിംഗ് ഇൻ കട്ടിങ്സ് ആണ്. മെയിനായിട്ടും 2 ഫാക്ടേഴ്സാണ് കട്ടിങ്സിലെ റൂട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് പ്ലാന്റ് ഫാക്ടേഴ്സ്, രണ്ടാമത്തത് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതായത് പ്ലാന്റിലുള്ള ഫാക്ടേഴ്സും എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസും റൂട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഫസ്റ്റ് പ്ലാന്റ് ഫാക്ടേഴ്സ്. അതിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറി ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പാരന്റ് പ്ലാന്റ്. പാരൻസ് മസ്റ്റ് ബി ഹെൽത്തി ആൻഡ് വെൽ നറിഷ്ഡ്. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് എടുക്കുന്ന കട്ടിങ്സിനും അത് പെട്ടെന്ന് റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ലീവ്സ് ഓൺ കട്ടിങ്സ് ആക്ട് ആസ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ബഡ് ആസ് ഓക്സിൻ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കട്ടിങ്സിൽ ലീഫ് ഉണ്ടെങ്കിൽ ലീഫ് ഫോട്ടോസിന്തസിസ് വഴി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച ഫുഡ് ഉണ്ടായിരിക്കും അതിൽ. സോ അത് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബഡ് ഓക്സിൻ്റെ സോഴ്സ് ആയിട്ടും ആക്ട് ചെയ്യും. ദെൻ സെക്കൻഡ് പ്ലാന്റ് ഫാക്ടർ ആണ് ഹോർമോൺ ലെവൽ. ഓക്സിൻ ലെവൽ അഫക്ട് ദ റൂട്ടിംഗ് കപ്പാസിറ്റി. ഓക്സിൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. നഴ്സറി ഗ്രോവേഴ്സ് യൂഷ്വലി ഡിപ്പ് കട്ടിങ്സ് ഇൻ കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് റൂട്ടിംഗ് മീഡിയം ആൻഡ് ആർ മിക്സ്ഡ് വിത്ത് ഫംജിസൈഡ്സ് ടു പ്രൊട്ടക്ട് കട്ട് സർഫസ്. നഴ്സറി ഗ്രോവേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടിയിട്ട് കട്ടിങ്സിന് ഹോർമോൺസിൽ ഡിപ്പ് ചെയ്യും. അതേപോലെ ഫംജിസൈഡ്സും യൂസ് ചെയ്യും. പ്ലാന്റ് ഫാക്ടേഴ്സിലെ മൂന്നാമത്തതാണ് ജുവനാലിറ്റി ആൻഡ് പൊസിഷൻ. യങ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ റൂട്ട്സ് വരാൻ ഡിഫിക്കൽട്ടാണ്. യൂഷ്വലി കട്ടിങ്സ് ആർ ടേക്കൺ ഫ്രം പ്ലാന്റ്സ് ഹാവിങ് 1 year old ആൻഡ് ലാറ്ററൽ ഷൂട്ട് കട്ടിങ്സ് ആർ ബെറ്റർ ദാൻ ടെർമിനൽ ഷൂട്ട്. നമ്മൾ നേരെ പോകുന്ന ഒരു ഷൂട്ടിൽ നിന്ന് കട്ടിങ്സ് എടുക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് കട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്ലാന്റ് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലെ ഫസ്റ്റ് വൺ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് പ്രൊമോട്ട്സ് എറ്റിയോളേഷൻ. എറ്റിയോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെറുതാവുന്ന സമയത്ത് ഗ്രീൻ ഗ്രാം അതായത് ചെറുപയറിനെ ഇരുട്ടിൽ വളർത്തി നോക്കിയിട്ടുണ്ട്. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടാവുക? നോർമലായിട്ട് ഗ്രോ ചെയ്യുന്ന ഗ്രീൻ ഗ്രാമുമായിട്ട് എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടാവുക? അതിൻ്റെ ലെങ്ത് നല്ല കൂടിയിട്ടുണ്ടാവും. അതേപോലെ ഇന്റർനോട്ട്സ് ഒക്കെ ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ഗ്രീൻ കളർ മാറി ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും. സോ അങ്ങനെയുള്ള ആ ഒരു സീഡ്ലിങ്ങിനെയാണ് നമ്മൾ എറ്റിയോളേറ്റഡ് സീഡ്ലിംഗ് എന്ന് പറയുക. അന്ന് നമ്മൾ ഗ്രോ ചെയ്ത്. സോ അതിനെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് എറ്റിയോളേഷൻ എന്ന് പറയുക. എറ്റിയോളേഷൻ ഫേവേഴ്സ് റൂട്ടിംഗ് ഇൻ കട്ടിങ്സ്.
For this reason, plant parts used for cuttings are often kept in darkness for some times. Etiolation റൂട്ടിങ്ങിനെ ഫേവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് പാർട്സിനെ കുറച്ച് സമയം ഡാർക്ക്നെസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ദിസ് ടെക്നിക് ഈസ് മോർ യൂസ്ഫുൾ ഫോർ സ്പീഷീസ് ഇൻ വിച്ച് റൂട്ടിംഗ് ഈസ് ഡിഫിക്കൽട്ട്. റൂട്ടിംഗ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് നമ്മൾ സാധാരണ ഈ ഡാർക്ക്നെസ് കൊടുത്ത് പരീക്ഷിക്കാറ്. സെക്കൻഡ് എൻവയോൺമെന്റൽ ഫാക്ടറാണ് ലൈറ്റ്. ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി റെഡ്യൂസസ് മോയ്സ്ചർ. നല്ല ലൈറ്റുള്ള ഡേ ടൈമിൽ മോയ്സ്ചർ കുറവായിരിക്കും. അണ്ടർ സച്ച് കണ്ടീഷൻസ് ഷെയ്ഡിങ് ഈസ് റിക്വയർഡ് ഫോർ റൂട്ടിംഗ് ഇൻ കട്ടിങ്സ്. അങ്ങനത്തെ സമയത്ത് ഷെയ്ഡിങ് അല്ലെങ്കിൽ ഷെയ്ഡ് ആവശ്യമാണ് കട്ടിങ്സിൽ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇൻ വിൻ്റർ സപ്ലിമെൻ്ററി ലൈറ്റ് ഈസ് റിക്വയർഡ്. എന്നാൽ വിൻ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലിമെൻ്ററി ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ദെൻ മൂന്നാമത്തെ എൻവയോൺമെന്റൽ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ബോട്ടം ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ഹയർ ദാൻ നോർമൽ എയർ ടെമ്പറേച്ചർ ഇൻഡ്യൂസസ് റാപ്പിഡ് റൂട്ടിംഗ്. ബോട്ടം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സോയിലുള്ള ടെമ്പറേച്ചർ, അതായത് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ടെമ്പറേച്ചർ എയർ ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം. 18 to 27 ഡിഗ്രി സെൽഷ്യസ് ബോട്ടം ടെമ്പറേച്ചർ ആണ് ഐഡിയൽ ആയിട്ടുള്ളത് റൂട്ടിങ്ങിന്. നാലാമത്തെ എൻവയോൺമെന്റൽ ഫാക്ടറാണ് മോയ്സ്ചർ. ഫ്രഷ് കട്ടിങ്സ് ഡു നോട്ട് ഹാവ് റൂട്ട് സോ ദാറ്റ് ദേ കനോട്ട് അബ്സോർബ് വാട്ടർ. ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്സിൽ റൂട്ട് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വാട്ടർ അബ്സോർബ് ചെയ്യാനും പറ്റില്ല. ബട്ട് ദേ ലൂസ് വാട്ടർ ത്രൂ ഇവാപ്പറേഷൻ. പക്ഷേ ഇവാപ്പറേഷൻ വഴി വാട്ടർ ലോസ് ഉണ്ടാവും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് മോയ്സ്ചർ ലോസ്, അപ്പം അബ്സോർപ്ഷൻ നടക്കുന്നില്ല, ഇവാപ്പറേഷൻ വഴി വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് ചെയ്യുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിങ്സ് ആർ ജനറലി മെയിൻറ്റെയിൻഡ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് ഹൈ മോയ്സ്ചർ ത്രൂ മിസ്റ്റിംഗ് ഓർ ഫോഗിങ്. നമ്മൾ എന്ത് ചെയ്യണം? മിസ്റ്റിംഗ് വഴിയോ ഫോഗിങ് വഴിയോ അതിലെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അഞ്ചാമത്തെ എൻവയോൺമെന്റൽ കണ്ടീഷനാണ് ന്യൂട്രീഷൻ. നോ ഫെർട്ടിലൈസർ ഈസ് നീഡഡ് ഫോർ റൂട്ട്ലെസ് കട്ടിംഗ്. നമ്മൾ ഒരു കട്ടിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിന് ഫെർട്ടിലൈസർ ആവശ്യമില്ല. വെരി ലോ എമൗണ്ട് മേ ബി അപ്ലൈഡ് ത്രൂ മിസ്റ്റിംഗ്. വേണമെങ്കിൽ നമുക്ക് മിസ്റ്റിങ്ങിലൂടെ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യാം. ബട്ട് വൺസ് റൂട്ടഡ് കംപ്ലീറ്റ് ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ ഈസ് നീഡഡ്. പക്ഷെ റൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ കട്ടിങ് നമ്മൾ മണ്ണിൽ വെക്കുന്ന സമയത്ത് അതിന് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. ദെൻ ആറാമത്തെ എൻവയോൺമെന്റൽ ഫാക്ടറാണ് റൂട്ടിംഗ് മീഡിയം. സം സ്പീഷീസ് ക്യാൻ പ്രൊഡ്യൂസ് റൂട്ടിംഗ് ഇൻ വാട്ടർ. എക്സാമ്പിൾ കോളിയസ്. നമ്മൾ മാസം മാറി എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറി വരുന്ന ജീനസ് ആണ് കോളിയസ്. അതേപോലെ മണി പ്ലാന്റ് ഒക്കെ എന്ത് ചെയ്യും? വാട്ടറിൽ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ചില സ്പീഷീസിന് ഒന്നും വേണ്ട, വാട്ടറിൽ തന്നെ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ആർ റൂട്ടഡ് ഇൻ സോളിഡ് മീഡിയ വിച്ച് ഹാവ് ഗുഡ് മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി. Sand is well drained, hence poor moisture holding capacity. If sand is used, pot should be kept under shady condition and should be hand watered. അപ്പോൾ സോളിഡ് മീഡിയയാണ് മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സിന് റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. സാൻഡിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ അതിനെ ഷെയ്ഡിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കണം. Vermiculite and perlite, ഇത് രണ്ടും ആർട്ടിഫിഷ്യൽ റൂട്ടിംഗ് മീഡിയ ആണ്. ദേ ആർ ഗുഡ് റൂട്ടിംഗ് മീഡിയ. ദ മീഡിയം മസ്റ്റ് ബി വെരി ലൂസ് സോ റൂട്ടഡ് കട്ടിങ്സ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ആൻഡ് പ്ലാന്റഡ് വിത്ത് മിനിമം ലോസ് ഓഫ് റൂട്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം വളരെ ലൂസായിരിക്കണം, എങ്കിലേ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ റീപോർട്ടിംഗോ ഒക്കെ പോസിബിൾ ആവൂ. എ വെറൈറ്റി ഓഫ് പ്രീ ഫോംഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ഒയാസിസ് വെഡ്ജ്, ഒയാസിസ് റൂട്ട് ക്യൂബ്, horticubes etc. can be used as rooting media. ഏഴാമത്തെ എൻവയോൺമെന്റൽ ഫാക്ടറാണ് സാനിറ്റേഷൻ. കട്ടിങ്സ് ആർ പ്രോൺ ടു ഇൻഫെക്ഷൻ ഡ്യൂറിങ് ഹാൻഡ്ലിംഗ്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മീഡിയം ഹാസ് ടു ബി സ്റ്റെറിലൈസ്ഡ് ബിഫോർ യൂസ്. സ്റ്റെം സ്റ്റെറിലൈസേഷൻ റെഡ്യൂസ് സോയിൽ ബോൺ ഡിസീസസ്. നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിങ്സിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് സോയിൽ ബോൺ ഡിസീസസ്. വൺസ് കട്ടിങ്ങിൽ റൂട്ട്സ് അത്യാവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ now it is ready for transplanting. Profusely rooted cuttings are ready for transplantation. It should be gently lifted without breaking roots. നമ്മൾ വൺസ് റൂട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ
അതിൻ്റെ റൂട്ട്സ് ഒന്നും പൊട്ടിപ്പോവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. ഷുഡ് ബി പ്ലാന്റഡ് നോട്ട് ഡീപ്പർ ദാൻ ദേ വർ ഇൻ പ്രൊപ്പഗേറ്റിംഗ് മീഡിയ. നമ്മൾ ഏത് പ്രൊപ്പഗേറ്റിംഗ് മീഡിയയിലാണോ ആ കട്ടിങ്സിന് റൂട്ട് വരുത്തിയിട്ടുള്ളത് അതിനേക്കാളും താഴെ വരുന്ന രൂപത്തിൽ നമ്മൾ സോയിൽ എന്തുണ്ടാക്കരുത്, കുഴി ഉണ്ടാക്കിയിട്ട് അതിനെ കുഴിച്ചിടരുത്. സോ ഇത്രയാണ് നമുക്ക് കട്ടിങ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പ്രൊപ്പഗേഷനിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് കട്ടിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. അതുകൂടാതെ സീഡ് പ്രൊപ്പഗേഷനും കൂടിയാണ് ഹോർട്ടിക്കൾച്ചറിൽ നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത്. സോ ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് ആൻഡ് സീഡ് പ്രൊപ്പഗേഷനും കൂടെ പറയും. താങ്ക് യു.